ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോക്കകത്ത് നമ്മൾ പറയുന്നത് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്താണെന്നുള്ളതാണ്. അതിന്റെ ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ്, അതുപോലെ സ്റ്റെപ്സ് ഇൻ മാർക്കറ്റ് സെഗ്മെന്റേഷൻ പ്രോസസ്, ദെൻ ക്രൈറ്റീരിയ ഫോർ മാർക്കറ്റ് സെഗ്മെന്റേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് പറയുന്നത്. ഇതിന് മുമ്പത്തെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് വീഡിയോസിന്റെ എല്ലാ ലിങ്കുകളും ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകുന്നുണ്ട്. കൂടാതെ എന്റെ സ്ക്രീൻ ശ്രദ്ധിക്കുക, ഐ ബട്ടൺ ശ്രദ്ധിക്കുക. ചാനലിന്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിലും ഇവയുടെയും മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവയെല്ലാം യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നൽകുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ എന്താണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ, അതിന്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഡിവൈഡിംഗ് എ ലാർജ് മാർക്കറ്റ് into smaller group of consumers having unique characteristics. ഒരു ലാർജ് മാർക്കറ്റിനെ, ഒരു വലിയൊരു മാർക്കറ്റിനെ കൺസ്യൂമേഴ്സിന്റെ സ്മോളർ ഗ്രൂപ്പുകളാക്കിയിട്ട്, ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ചെറിയ ഗ്രൂപ്പുകളാക്കി തിരിച്ച ആ ഗ്രൂപ്പുകൾക്ക് എന്തുണ്ടായിരിക്കും? യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. ഓരോ ഗ്രൂപ്പിനും ഓരോരോ സവിശേഷ സ്വഭാവം ഉണ്ടായിരിക്കും. പല ക്യാരക്ടറിസ്റ്റിക്സിന്റെ, പല ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങനെ ഡിവിഷൻ നടത്തും. അതിപ്പോൾ ലൈഫ് സ്റ്റൈൽ ആവാം, ഏജിന്റെ അടിസ്ഥാനത്തിലാവാം, ജെൻഡറിന്റെ അടിസ്ഥാനത്തിലാവാം, ഇൻകം ആവാം. ഇപ്പം ജെൻഡറിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മെയിൽ എന്നും ഫീമെയിൽ എന്നും ആ രീതിയിൽ സെഗ്മെന്റേഷൻ ആകാം. ഇനി ഫീമെയിൽ ആണെങ്കിൽ തന്നെയും അവിടെയും നമുക്ക് ഏജ് അടിസ്ഥാനത്തിലാവും, അല്ലെ? 18 വയസ്സിന് താഴെയുള്ളവര്, അഡൾട്ട്, അങ്ങനെയുള്ള പല രീതിയിലും നമുക്ക് അങ്ങനെ ക്ലാസിഫിക്കേഷൻ നടത്താം. അപ്പൊ ഇങ്ങനെ വലിയൊരു മാർക്കറ്റിന് പല പല ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെറിയ ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നതിനെയാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയാം. പോപ്പുലേഷൻ ഈസ് ഹെട്രോജീനിയസ് ആൻഡ് ദർ റിക്വയർമെന്റ്സ് ആർ ഓൾസോ ഡിഫറെന്റ്. പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഹെട്രോജീനിയസ് ആണ്, അല്ലെ? വ്യത്യസ്തമായ ഗുണങ്ങളുള്ളവരാണ്. ആൻഡ് ദർ റിക്വയർമെന്റ്സ് ആർ ഓൾസോ ഡിഫറെന്റ്. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ എന്തായിരിക്കും? വ്യത്യസ്തങ്ങളായിരിക്കും. ഇൻ ഓർഡർ ടു മീറ്റ് ദ ഡിഫറെന്റ് റിക്വയർമെന്റ്സ് ഹെട്രോജീനിയസ് പ്രോഡക്ട്സ് മസ്റ്റ് ബി മാർക്കറ്റഡ്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. In this process, the heterogeneous market is broken into number of relatively homogeneous units. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷനകത്ത് നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ഹെട്രോജീനിയസ് ആയിട്ട് കിടക്കുന്ന ഒരു മാർക്കറ്റിനെ നമ്മൾ ഹോമോജീനിയസ് ആയിട്ടുള്ള യൂണിറ്റുകളാക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഏകദേശം ഒരേ സ്വഭാവം ഗുണങ്ങളുള്ളതിനൊക്കെ ഓരോരോ യൂണിറ്റ് ആക്കി, ഓരോരോ സെഗ്മെന്റ് ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്യാണ് ശരിക്കും ചെയ്യുന്നത്, ബ്രോക്കൺ ചെയ്യാണ് ചെയ്യുന്നത്. അതിന്റെ ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ഫിലിപ്പ് കോട്ട്ലർ, അദ്ദേഹം അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഡിവൈഡിംഗ് എ മാർക്കറ്റ് ഇൻടു ഡിസ്റ്റിങ്ക്ട് സബ് ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് വിത്ത് ഡിസ്റ്റിങ്ക്ട് നീഡ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ബിഹേവിയർ ഹു മൈറ്റ് റിക്വയർ സെപ്പറേറ്റ് പ്രോഡക്റ്റ് ഓർ മാർക്കറ്റ് മിക്സസ്. അപ്പം മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? ഇൻടു ഡിസ്റ്റിങ്ക്ട് സബ് ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ്, കൺസ്യൂമേഴ്സിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കിയിട്ട്. ഓരോ ഗ്രൂപ്പും ഓരോ രൂപത്തിലായിരിക്കും. വിത്ത് ഡിസ്റ്റിങ്ക്ട് നീഡ്സ്, അവർക്ക് വ്യത്യസ്തങ്ങളായ കൺസ്യൂമേഴ്സ് എങ്ങനെയുള്ളവരായിരിക്കും? വ്യത്യസ്ത ആവശ്യങ്ങളുള്ളവരായിരിക്കും, വ്യത്യസ്ത ക്യാരക്ടറിസ്റ്റിക്സ്, വ്യത്യസ്ത ബിഹേവിയറുകൾ. ഹു മൈറ്റ് റിക്വയർ സെപ്പറേറ്റ് പ്രോഡക്ട്സ് ഓർ മാർക്കറ്റിംഗ് മിക്സ്, അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളും മാർക്കറ്റിംഗ് മിക്സ് ഒക്കെ ആവശ്യമുള്ളവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കൺസ്യൂമേഴ്സിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സബ് ഗ്രൂപ്പുകളാക്കിയിട്ട് ഹോൾ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. ദെൻ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. നല്ലൊരു മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അതായത് പ്രോപ്പർ ആയിട്ട് നമ്മൾ മാർക്കറ്റ് സെഗ്മെന്റേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്വഭാവവിശേഷങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഫിലിപ്പ് കോട്ട്ലർ ആൻഡ് അതർ എക്സ്പേർട്സ് ഓഫ് ദ സബ്ജക്ട് സജസ്റ്റ് ഫോളോവിങ് ക്വാളിറ്റീസ് ഫോർ എ ഗുഡ് സെഗ്മെന്റേഷൻ. നല്ലൊരു സെഗ്മെന്റേഷന് Philip Kotler and other expert of the subject suggest following qualities for a good segmentation. ഫിലിപ്പ് കോട്ട്ലറും മറ്റ് സബ്ജക്ട് എക്സ്പേർട്ടും എല്ലാം തന്നെയും ഈ നല്ലൊരു സെഗ്മെന്റേഷന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ഒന്ന് സബ്സ്റ്റാൻഷ്യാലിറ്റി. സബ്സ്റ്റാൻഷ്യാലിറ്റി ഇംപ്ലൈസ് ദാറ്റ് മാർക്കറ്റ് മസ്റ്റ് ബി ലാർജർ ഇനഫ് ടു ജസ്റ്റിഫൈ കമ്പനീസ് മാർക്കറ്റിംഗ് എഫേർട്ട്. കമ്പനിയുടെ മാർക്കറ്റിംഗ് എഫേർട്ടിനെ ന്യായീകരിക്കുന്ന അത്രത്തോളം വലുപ്പമുള്ള ഒന്നായിരിക്കും അങ്ങനെയുള്ള മാർക്കറ്റ് എന്ന് പറയുന്നത്.
അതായത് നമ്മൾ ഒരു വലിയ മാർക്കറ്റിനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി തിരിച്ചു. വളരെ ചെറുതായി കഴിഞ്ഞാലും വളരെ വലുതായി കഴിഞ്ഞാലും പ്രശ്നമാണ്. കമ്പനിയുടെ മാർക്കറ്റിംഗ് എഫേർട്ടിന് വേണ്ടത്ര ഗുണം കിട്ടുന്ന രീതിയിൽ, അതിനെ ന്യായീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൈസ് വേണം ആ ഒരു മാർക്കറ്റ് ഉണ്ടാവാൻ. അപ്പൊ നല്ലൊരു മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ റിസൾട്ടായിട്ട് എങ്ങനെയുള്ള സെഗ്മെന്റുകളാണ് ഉണ്ടാവുക? ആ മാർക്കറ്റിംഗ് എഫേർട്ട് വേണ്ട രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന സൈസിലുള്ള ഒരു മാർക്കറ്റ് സെഗ്മെന്റുകളായിരിക്കും അവിടെ ഉണ്ടായിട്ടുണ്ടാവുക. ഇറ്റ് മസ്റ്റ് ഓഫർ അട്രാക്റ്റീവ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ടേംസ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യും, വളരെ ആകർഷകമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഓഫർ ചെയ്യാൻ സാധിക്കും ഇൻ ടേംസ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് അതിനാനുപാതികമായിട്ടുള്ള റിട്ടേൺ കിട്ടുന്ന തരത്തിൽ നമുക്ക് അവിടേക്ക് കാര്യങ്ങൾ ഓഫർ ചെയ്യാൻ സാധിക്കും. Two small segments are not profitable as the firm has to make separate price, product, promotion and place programs for each segment. ഓരോ സെഗ്മെന്റിനും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സെപ്പറേറ്റ് പ്രൈസ് ആയിരിക്കും. ഓരോ സെഗ്മെന്റിലും പ്രോഡക്റ്റിന് സെപ്പറേറ്റ് പ്രൈസ് ആയിരിക്കും. അവിടെ പ്രോഡക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് വേണ്ടി വരും, പ്രൊമോഷൻ സെപ്പറേറ്റ് നടത്തേണ്ടി വരും, അതുപോലെ പ്ലേസ് പ്രോഗ്രാംസ് ഒക്കെ സെപ്പറേറ്റ് വേണ്ടി വരും. അപ്പൊ അങ്ങനെ ഇരിക്കെ നമുക്ക് വളരെ ചെറിയൊരു സെഗ്മെന്റ് ആവുമെന്ന് പറയുന്നത് ഫേമിനെ സംബന്ധിച്ചിടത്തോളം ലാഭകരമായിരിക്കില്ല. 2 small segment are not profitable. ഇത് ലാഭകരമാവില്ല. അപ്പൊ അതുകൊണ്ട് വേണ്ടത്ര വലുപ്പത്തിലും സൈസിലും ഉള്ളതായിരിക്കും നല്ലൊരു മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന മാർക്കറ്റ് സെഗ്മെന്റുകൾ എന്നാണ് പറയുന്നത്. ദെൻ സ്യൂട്ടബിലിറ്റി, അനുയോജ്യമായത്. ദ സെഗ്മെന്റേഷൻ മസ്റ്റ് ഹാവ് ഓവറോൾ സ്യൂട്ടബിലിറ്റി വിത്ത് ഫേംസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സിറ്റുവേഷൻ. ആ ഫേമിന്റെ ആന്തരികമായിട്ടുള്ളതും ബാഹ്യമായിട്ടുള്ള സാഹചര്യത്തിനും വളരെയധികം മാച്ച് ആവുന്ന രീതിയിലായിരിക്കും ആ സെഗ്മെന്റേഷൻ ഉണ്ടാവേണ്ടത്. ഇറ്റ് മസ്റ്റ് സ്യൂട്ട് ദ റിസോഴ്സസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ് ഓഫ് ദ ഫേം. ഫേമിന്റെ റിസോഴ്സസ് എന്തുമാത്രമുണ്ട്, അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പോളിസീസ് എന്തൊക്കെയാണ്, അതിനെല്ലാം മാച്ച് ആവുന്ന രീതിയിലായിരിക്കണം മാർക്കറ്റ് സെഗ്മെന്റേഷൻ നടത്തണം. അപ്പൊ ആ രീതിയിൽ ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആയിരിക്കും. ആഡിക്വേറ്റ് ഡിമാൻഡ്, ഇറ്റ് ഈസ് ദ ബേസിക് കണ്ടീഷൻ ഫോർ സക്സസ്ഫുൾ സെഗ്മെന്റേഷൻ. ഒരു വിജയകരമായുള്ള സെഗ്മെന്റേഷന്റെ അടിസ്ഥാന കണ്ടീഷൻ എന്ന് പറയുന്നത് ആഡിക്വേറ്റ് ഡിമാൻഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഡിഫറെന്റ് സെഗ്മെന്റ്സ് മസ്റ്റ് എക്സിബിറ്റ് ആഡിക്വേറ്റ് ഡിമാൻഡ്. വിവിധ സെഗ്മെന്റുകളിൽ വേണ്ടത്ര ഡിമാൻഡ് ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മള് സൈസ് കുറെ ഉണ്ടായിട്ടോ മറ്റോ കാര്യമില്ല, അവിടെ പ്രോപ്പർ ഡിമാൻഡ് ഇല്ലെങ്കിൽ അത് നമുക്ക് വേസ്റ്റ് ആണ്. അപ്പോൾ ഈച്ച് ഓഫ് ദി സെലക്ടഡ് സെഗ്മെന്റ് മസ്റ്റ് ബി ഏബിൾ ആൻഡ് വില്ലിംഗ് ടു ബൈ ദ കമ്പനീസ് ഓഫർ. ഓരോ സെലക്ടഡ് സെഗ്മെന്റും കമ്പനിയുടെ ഓഫർ വാങ്ങിക്കാൻ ഏബിൾ ആയിരിക്കണം, വില്ലിംഗ് ആയിരിക്കണം. വില്ലിംഗ്നെസ് കൊണ്ട് മാത്രം കാര്യമില്ല. ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ അതിന്റെ മീനിങ് മനസ്സിലാക്കിയതാണ്. വില്ലിംഗ്നെസിന്റെ ഒപ്പം അത് വാങ്ങാൻ താല്പര്യം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അത് വാങ്ങാനുള്ള കഴിവും കൂടെ ഉണ്ടാവണം. അപ്പൊ അങ്ങനെ കമ്പനിയുടെ ഓഫർ വാങ്ങാനുള്ള വില്ലിംഗ്നെസ്സും അതിനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ ആക്സസിബിലിറ്റി. The segmentation should be such that a firm can meet reasonably the expectation of selected segment. Segmentation എങ്ങനെയുള്ളതായിരിക്കണം? That a firm can meet reasonably the expectation of selected segment. നമ്മൾ ആ സെലക്ട് ചെയ്ത സെഗ്മെന്റിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണോ, അവർ എക്സ്പെക്ട് ചെയ്യുന്ന എന്തൊക്കെയാണോ, അതിനെ നമുക്ക് ന്യായമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അതായത് നമ്മൾ സെഗ്മെന്റ് ചെയ്ത് വെച്ചിട്ട് മാത്രം കാര്യമില്ല, ആ ഒരു സ്ഥാപനത്തിൽ അതിലേക്ക് റീച്ച് ചെയ്യാൻ സാധിച്ചിരിക്കണം. The firm must serve different segments efficiently. വിവിധ സെഗ്മെന്റുകളെ ഫേം എന്ത് ചെയ്തിരിക്കണം, കാര്യക്ഷമമായിട്ട് തന്നെ എന്ത് ചെയ്തിരിക്കണം, സെർവ് ചെയ്തിരിക്കണം. ഇൻ ഷോർട്ട്, ദ സെഗ്മെന്റ്സ് മസ്റ്റ് ബി സഫിഷ്യന്റ്ലി ഹോമോജീനിയസ് in terms of different bases to enable the company to reach them successfully. ഇപ്പൊ ചുരുക്കത്തില് നമ്മൾ കമ്പനിക്ക് അവിടേക്ക് വിജയകരമായിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിൽ വിവിധ ബേസുകളുടെ അടിസ്ഥാനത്തിൽ വേണ്ടത്ര ഹോമോജീനിയസ് ആയിട്ടായിരിക്കണം ഒരു സെഗ്മെന്റ് ഇരിക്കേണ്ടത്. അപ്പൊ അവിടേക്ക് എത്തിച്ചേരാന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനിയെ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവിടെ പ്രവർത്തിക്കാൻ കമ്പനിക്ക് സാധിക്കണം. അങ്ങനെ കമ്പനിയുടെ ലക്ഷ്യം എന്താണോ അത് നേടിയെടുക്കാൻ കമ്പനിക്ക് സാധിക്കണം. അപ്പൊ ആ രീതിയിൽ ആ ഒരു മാർക്കറ്റിനെ ആക്സസ് ചെയ്യാൻ ഓർഗനൈസേഷന് സാധിക്കുന്ന രീതിയിലുള്ള സെഗ്മെന്റ് ആയിരിക്കണം. ദെൻ ആക്ഷൻ എബിലിറ്റി. The segmentation must permit a company to take necessary actions effectively. വേണ്ട പ്രവർത്തനങ്ങൾ എന്താണോ അത് കാര്യക്ഷമമായിട്ട് എടുക്കാൻ കമ്പനിയെ ചെയ്യാൻ അനുവദിക്കുന്ന രീതിയിലുള്ളതായിരിക്കണം സെഗ്മെന്റേഷൻ. The firm must be in a position to respond to different segments. വിവിധ സെഗ്മെന്റുകളോട് റെസ്പോണ്ട് ചെയ്യാൻ പ്രതികരിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഫേം. It must be able to tackle the problems and absorb available opportunities. ആ ഒരു സെഗ്മെന്റിനകത്തുള്ള പ്രശ്നങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ടാക്കിൾ ചെയ്യുന്നതിന്, അതോടൊപ്പം തന്നെ അവിടെ ലഭ്യമായിട്ടുള്ള അവസരങ്ങളെല്ലാം തന്നെ അബ്സോർബ് ചെയ്യുന്നതിന്, അതെല്ലാം ഉപയോഗപ്പെടുത്തുന്നതിനും എല്ലാം കമ്പനിക്ക് സാധ്യമാകുന്ന രീതിയിലായിരിക്കണം, കമ്പനിക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം.
അത്രയാണ് നല്ലൊരു മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. Then importance or benefits of market segmentation. എന്തൊക്കെയാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ കൊണ്ട് ഗുണങ്ങൾ എന്ന് നോക്കാം. മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഈസ് ബെനിഫിഷ്യൽ ഫോർ ദി മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ ആൻഡ് കൺസ്യൂമേഴ്സ്. മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ ആണെങ്കിലും കൺസ്യൂമേഴ്സിനാണെങ്കിലും ബെനിഫിഷ്യൽ ആണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്. ഫോളോയിങ് ആർ ദ ബെനിഫിറ്റ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. More precise definition of the market. Market segmentation helps the organization to have a clear understanding of the reasons for buying or not buying certain products or services by consumers. അപ്പോൾ നോക്കാം, മോർ പ്രിസൈസ് ഡെഫിനിഷൻ ഓഫ് ദി മാർക്കറ്റ്. മാർക്കറ്റിന് കുറച്ചുകൂടെ വ്യക്തമായ നിർവചനം കൊടുക്കാൻ സാധിക്കും. മീൻസ് മാർക്കറ്റിനെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഹെൽപ്സ് ദ ഓർഗനൈസേഷൻ. മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഓർഗനൈസേഷനെ സഹായിക്കുന്നുണ്ട്. എന്തിന്? ടു ഹാവ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ റീസൺസ് ഫോർ ബൈയിങ് ഓർ നോട്ട് ബൈയിങ് സർട്ടൺ പ്രോഡക്ട്സ് ഓർ സർവീസസ് ബൈ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സ് ചില നിർദ്ദിഷ്ട പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസസ് എന്തുകൊണ്ട് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് വാങ്ങിക്കുന്നില്ല എന്നതിനെ കുറിച്ച് വ്യക്തമാക്കി മനസ്സിലാക്കുന്നതിന് മാർക്കറ്റ് സെഗ്മെന്റേഷൻ സഹായിക്കുന്നു. വലിയൊരു മാർക്കറ്റ് ആണെങ്കിൽ ഹെട്രോജീനിയസ് ക്യാരക്ടറുള്ള പോപ്പുലേഷനും കൂടെ അവിടെ ആകുമ്പോൾ ഇതൊന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഒരു പെർട്ടിക്കുലർ മാർക്കറ്റിൽ നിന്നും നമുക്കിത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. In other words, it provides an understanding of the changing market demands. മാർക്കറ്റിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഡിമാൻഡുകൾ എന്താണോ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Thus, the firm would be in a better position to spot and compare marketing opportunities. അതുകൊണ്ട് തന്നെ ഫേം എങ്ങനെയായിരിക്കും? would be in a better position to spot and compare marketing opportunities. മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റി സ്പോട്ട് ചെയ്യുന്നത്, കണ്ടെത്തുന്നതിന്, അവ കണ്ടെത്തി കഴിഞ്ഞാൽ അവ പരസ്പരം കമ്പയർ ചെയ്യുന്നതിനും ഒക്കെ പറ്റുന്ന ഒരവസ്ഥയിലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം മാർക്കറ്റിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നതിനും അവസരങ്ങൾ കണ്ടെത്തുന്നതിനും എല്ലാം മാർക്കറ്റ് സെഗ്മെന്റേഷൻ സഹായിക്കും. കാരണം ഹോമോജീനിയസ് ഫീച്ചറോട് കൂടിയിട്ട് ഒരു ചെറിയ പോർഷൻ മാത്രമായിരിക്കും അത് എന്നുള്ളത് കൊണ്ടാണ്. ദെൻ മോർ ഇഫക്റ്റീവ് മാർക്കറ്റിംഗ് പ്രോഗ്രാം. വളരെ കാര്യക്ഷമമായിട്ടുള്ള മാർക്കറ്റിംഗ് പ്രോഗ്രാമുകൾ അവിടേക്ക് വേണ്ടി തയ്യാറാക്കാൻ സാധിക്കും. ആൻ അപ്രോപ്രിയേറ്റ് പ്രോഗ്രാം ഈസ് ടു ബി പ്ലാൻഡ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന്റെ ആവശ്യങ്ങൾ എന്താണോ അത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള പ്രോഗ്രാമുകൾ ഇവിടെ പ്ലാൻ ചെയ്യാൻ സാധിക്കും. The information gained from market segmentation allows the organization to have an appropriate plan so that the firm can make final adjustment of its product. അപ്പോൾ ഇത്തരം മാർക്കറ്റ് സെഗ്മെന്റേഷനിൽ നിന്നും കമ്പനികൾക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ സെഗ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസ് അലോസ് ദ ഓർഗനൈസേഷൻ ടു ഹാവ് ആൻ അപ്രോപ്രിയേറ്റ് പ്ലാൻ. അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാന് ഉണ്ടാക്കുന്നതിന് ഓർഗനൈസേഷനെ അനുവദിക്കുന്നു. സോ ദാറ്റ് അതുകൊണ്ട് തന്നെ ദ ഫേം ക്യാൻ മേക്ക് ഫൈനൽ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഹിസ് പ്രോഡക്റ്റ്. അതിന്റെ പ്രോഡക്റ്റില് അവസാന അഡ്ജസ്റ്റ്മെന്റുകൾ, അവസാന മിനുക്ക് പണികളെല്ലാം തന്നെ ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. അപ്പൊ അങ്ങനെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാന്, മാർക്കറ്റിംഗ് പ്രോഗ്രാം ഒക്കെ തന്നെ തയ്യാറാക്കി അവിടേക്ക് അപ്ലൈ ചെയ്യാൻ ഓർഗനൈസേഷനെ കൊണ്ട് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ദെൻ ബെറ്റർ അസസ്മെന്റ് ഓഫ് ദി കോമ്പറ്റീഷൻ. നമ്മുടെ കോമ്പറ്റീഷൻ കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ സാധിക്കും. കുറച്ചും കൂടെ അല്ലാത്തപ്പോൾ ഉള്ളൊരു സാഹചര്യത്തിലുള്ളതിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്കിവിടെ അസസ് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഹെൽപ്സ് ഇൻ അസസിങ് കറക്ട്ലി ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദ കോമ്പറ്റീറ്റേഴ്സ്. എതിരാളികളുടെ ശക്തി എന്താണ്, അവരുടെ വീക്ക്നെസ് എന്താണ്, കുറവുകൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അസസ് ചെയ്യാൻ മാർക്കറ്റ് സെഗ്മെന്റേഷൻ സഹായിക്കുന്നു. ഓൺ ദി ബേസിസ് ഓഫ് ദീസ് അസസ്മെന്റ്, ഈ അസസ്മെന്റുകളുടെ അടിസ്ഥാനത്തിൽ ആൻ അപ്രോപ്രിയേറ്റ് മാർക്കറ്റിംഗ് പോളിസി ക്യാൻ ബി ഫ്രെയിംഡ്. അനുയോജ്യമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പോളിസി നമുക്ക് ഫ്രെയിം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദെൻ ബെറ്റർ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. അനുയോജ്യമായ ഏറ്റവും നല്ല രീതിയിൽ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നതിന് വീതം വെച്ച് അവിടേക്ക് അപ്ലൈ ചെയ്യുന്നതിന് സാധിക്കുന്നു. വൺസ് ദ ടാർഗറ്റ് സെഗ്മെന്റ് ഈസ് ക്ലിയർലി ഡിഫൈൻഡ് ആൻഡ് ഐഡന്റിഫൈഡ്. ഒരിക്കലും നമ്മുടെ ടാർഗറ്റ് സെഗ്മെന്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന സെഗ്മെന്റ് വ്യക്തമായിട്ട് നിർവചിക്കുകയും കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ദ ലിമിറ്റഡ് റിസോഴ്സസ് ഓഫ് ദ കമ്പനി ക്യാൻ ബി ചാനൽഡ് ഫോർ ദ ബെസ്റ്റ് റിസൾട്ട്. നമുക്ക് അവിടെ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ കമ്പനിയുടെ ഈ പരിമിതമായ റിസോഴ്സസ്, ലിമിറ്റഡ് റിസോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചാനലൈസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. കമ്പനിയുടെ എല്ലാ റിസോഴ്സസും ഒരുവിധം എന്താണ്? ലിമിറ്റഡ് ആണ് അല്ലെ. പണം എന്ന് പറയുന്നത് നമുക്ക് ലിമിറ്റഡ് ആണ്. എംപ്ലോയീസ് ലിമിറ്റഡ് ആയിരിക്കും. അവരുടെ മറ്റ് റോ മെറ്റീരിയൽസ് ഒക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള വരുന്നതാണ്. ചിലത് വളരെയധികം ലിമിറ്റഡ് ആയിരിക്കും. അത് നമുക്ക് കീ ഫാക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഉള്ള ലിമിറ്റഡ് റിസോഴ്സസിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഇത് ഈ സെഗ്മെന്റേഷൻ പ്രോസസ്സ് മാനേജ്മെന്റിനെ സഹായിക്കുന്നു.
Thus, promotional campaigns can be well coordinated for effective promotional appeal. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രൊമോഷണൽ അപ്പീൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊമോഷണൽ ക്യാമ്പയിനുകളെല്ലാം തന്നെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ സ്ഥാപനത്തിന് സാധിക്കുന്നതാണ് പറയുന്നത്. Then, better understanding of consumer needs. കൺസ്യൂമേഴ്സിന്റെ ആവശ്യങ്ങൾ എന്താണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. Market segmentation helps in identifying the tastes and preferences of consumers and hence in developing ഡിസയേർഡ് പ്രോഡക്ട്സ്. അപ്പം മാർക്കറ്റ് സെഗ്മെന്റേഷനിലൂടെ കൺസ്യൂമേഴ്സിന്റെ ഇഷ്ടങ്ങൾ എന്താണ്, താല്പര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഒരു സെഗ്മെന്റിനകത്ത് വരിക. അവർക്കെല്ലാം ഏകദേശം ഒരേ ടേസ്റ്റും ഒരേ പ്രിഫറൻസും ആയിരിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും. ആൻഡ് ഹെൻസ് ഇൻ ഡെവലപ്പിംഗ് ഡിസയേർഡ് പ്രോഡക്റ്റ്. എന്നിട്ട് അവർക്ക് എല്ലാവർക്കും മാച്ച് ആവുന്ന രീതിയിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. മാർക്കറ്റിംഗ് ഓഫേഴ്സ് ദാറ്റ് ആർ മോർ സ്യൂട്ടബിൾ ടു എ പെർട്ടിക്കുലർ സെഗ്മെന്റ് ക്യാൻ ഈസിലി ബി ഡെവലപ്ഡ്. ഒരു പർട്ടിക്കുലർ സെഗ്മെന്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഓഫേഴ്സ് വളരെ ഈസി ആയിട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ഹോമോജീനിയസ് ക്യാരക്ടറാണ് അതിനുണ്ടാവുക. ഒരു കോമൺ പൊതുവായിട്ടുള്ള ഒരു ക്യാരക്ടർ ആവും അതിനുണ്ടാവും. ആ ഒരു സെഗ്മെന്റ് മൊത്തം ഒരേ സ്വഭാവം ഒരേ ആവശ്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഓഫേഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ സർവീസുകൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ കൺസ്യൂമേഴ്സിന്റെ ആവശ്യങ്ങൾ നന്നാക്കി മനസ്സിലാക്കാൻ സെഗ്മെന്റേഷൻ സഹായിക്കുന്നു. ഡിസൈനിങ് മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഹെൽപ്സ് ഇൻ ഡിസൈനിങ് സ്യൂട്ടബിൾ മാർക്കറ്റിംഗ് മിക്സ് ഓഫ് പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സെഗ്മെന്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള മാർക്കറ്റിംഗ് മിക്സ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ ഇതെല്ലാം തന്നെ ഒരു പ്രോപ്പർ കോമ്പിനേഷനിൽ റെഡിയാക്കാൻ കമ്പനീനെ കൊണ്ട് സാധിക്കുന്നു. Selecting channels of distribution. Market segmentation helps in selecting the best channel of distribution from different alternatives considering the time and cost. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനലുകൾ ഉണ്ടായിരിക്കും. നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അത് കൺസ്യൂമേഴ്സിലേക്ക് നമ്മൾ എത്തിക്കേണ്ടതുണ്ട്. അതിന് സഹായിക്കുന്ന ആ ഒരു വിതരണ ശൃംഖലയാണ് നമ്മൾ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ടൈം, കോസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനലുകളിൽ നിന്നും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ചാനല് തെരഞ്ഞെടുക്കുന്നതിന് മാർക്കറ്റ് സെഗ്മെന്റേഷൻ സഹായിക്കുന്നു. അപ്പൊ ഇത്രയാണ് നമുക്ക് മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്റ്റെപ്സ് ഇൻ മാർക്കറ്റ് സെഗ്മെന്റേഷൻ പ്രോസസ്. മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിലെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, സ്റ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി നീഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് എന്തൊക്കെയാണ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ദ കൺസ്യൂമർ ഇസ് ദ കിങ് ഓഫ് ദ മാർക്കറ്റ്. മാർക്കറ്റിലെ രാജാവ് എന്ന് പറയുന്നത് കൺസ്യൂമർ ആണ്. കൺസ്യൂമർക്ക് വേണ്ട കാര്യങ്ങൾ ഉണ്ടാക്കി അവർ സെർവ് ചെയ്യുക എന്നുള്ളതാണ് സ്ഥാപനങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഹി ബൈസ് ഓൺലി വാട്ട് ഹി നീഡ്സ്. കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് അത് മാത്രമേ അവൻ വാങ്ങിക്കുള്ളൂ. മോർ ഓവർ കൺസ്യൂമർ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. കൂടാതെ കൺസ്യൂമേഴ്സിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരാളിൽ നിന്നും ഒരാളുടെ വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെയും വ്യത്യസ്തമാണ്. ഹെൻസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് നീഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺസ്യൂമർ ഈസ് ഹൈലി എസെൻഷ്യൽ. അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിന്റെ ആ നീഡ്സ് എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് ദി നീഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കൺസ്യൂമേഴ്സ്. ഇങ്ങനെ നമ്മൾ കണ്ടെത്തിയ ആ നീഡ്സിനെയും ക്യാരക്ടറിസ്റ്റിക്സിനെയും ഇവാലുവേഷൻ നടത്തുക, അതിനെ പരിശോധിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. ആഫ്റ്റർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി നീഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കൺസ്യൂമേഴ്സ്, പ്രോപ്പർ ഇവാലുവേഷൻ ഓഫ് നീഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് റിക്വയർഡ് ഫോർ സക്സസ്ഫുൾ സെഗ്മെന്റേഷൻ. അപ്പൊ വിജയകരമായിട്ടുള്ള സെഗ്മെന്റേഷൻ നടത്തണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കണ്ടെത്തിയിട്ടുള്ള നീഡ്സിന്റെയും ക്യാരക്ടറിസ്റ്റിക്സിന്റെയും പ്രോപ്പർ ആയിട്ടുള്ള ഇവാലുവേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. ദെൻ ഗ്രൂപ്പിംഗ് ഓഫ് കൺസ്യൂമേഴ്സ് ഇൻ സ്യൂട്ടബിൾ സെഗ്മെന്റ്സ്. കൺസ്യൂമേഴ്സിന് അനുയോജ്യമായ സെഗ്മെന്റുകളാക്കിയിട്ട് എന്ത് ചെയ്യുക, തരംതിരിക്കുക. അപ്പൊ നമ്മൾ അവരുടെ നീഡ്സും മറ്റും കണ്ടെത്തി കഴിഞ്ഞു. ദെൻ അതിനെ നമ്മൾ അനലൈസ് ചെയ്ത് അതിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കി ശേഷം നമ്മൾ അനുയോജ്യമായ സെഗ്മെന്റുകളാക്കി കൺസ്യൂമേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. പ്ലേസിംഗ് ഓഫ് കൺസ്യൂമേഴ്സ് ഇൻ ടു ഹോമോജീനിയസ് ഗ്രൂപ്പ്സ് ഈസ് റിക്വയർഡ് ഫോർ മേക്കിംഗ് ദ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഇഫക്റ്റീവ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിന്റെ നീഡ്സിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരേ സ്വഭാവമുള്ള ആളുകളെ ഒരു ഗ്രൂപ്പാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പ്ലേസിംഗ് ഓഫ് കൺസ്യൂമേഴ്സ് ഇൻ ടു ഹോമോജീനിയസ് ഗ്രൂപ്പ്സ്. കൺസ്യൂമേഴ്സിനെ ഒരേ പോലത്തെ ഗ്രൂപ്പുകളാക്കിയിട്ട് മാറ്റുക എന്നുള്ളത് ഈസ് റിക്വയർഡ് ഫോർ മേക്കിംഗ് ദ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഇഫക്റ്റീവ്. മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഇഫക്റ്റീവ് ആവണമെങ്കിൽ ആവശ്യമാണ്.
ദെൻ ഫോർമുലേഷൻ ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. അങ്ങനെ സെഗ്മെന്റേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മാർക്കറ്റിംഗ് മിക്സിന്റെ ഫോർമുലേഷൻ ആണ്. ആഫ്റ്റർ ഗ്രൂപ്പിംഗ് ഓഫ് ദ കൺസ്യൂമേഴ്സ് ഇൻ ഹോമോജീനിയസ് ഗ്രൂപ്പ്സ്. അപ്പോൾ കൺസ്യൂമേഴ്സിനെ ഹോമോജീനിയസ് ഗ്രൂപ്പ്സ് ആക്കി തരംതിരിച്ചതിന് ശേഷം, ഗ്രൂപ്പ് ആക്കിയതിന് ശേഷം പ്രോപ്പർ മാർക്കറ്റിംഗ് മിക്സ് ഷുഡ് ബി ഫോർമുലേറ്റഡ് ഫോർ ഡിഫറെന്റ് മാർക്കറ്റ് സെഗ്മെന്റ്. എന്നിട്ട് വിവിധങ്ങളായിട്ടുള്ള സെഗ്മെന്റിന് മാച്ച് ആയിട്ടുള്ള രീതിയിലുള്ള മാർക്കറ്റിംഗ് മിക്സ് തയ്യാറാക്കേണ്ടതാണ്. Then implementation of marketing mix. The marketing mix is to be implemented efficiently in the required market segment. അങ്ങനെ മാർക്കറ്റ് മിക്സ് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ആവശ്യമുള്ള മാർക്കറ്റ് സെഗ്മെന്റുകളിലേക്ക് അത് കാര്യക്ഷമമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, നടപ്പിലാക്കേണ്ടതാണ്, അവിടെ നടപ്പിൽ വരുത്തേണ്ടതാണ്, ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതാണ്. ഫീഡ്ബാക്ക് ഓഫ് വേരിയസ് സെഗ്മെന്റ്സ്. എന്നിട്ട് വിവിധ സെഗ്മെന്റിൽ നിന്ന് ഫീഡ്ബാക്ക് പിന്നീട് കളക്ട് ചെയ്യണം. എ ഫീഡ്ബാക്ക് മസ്റ്റ് ബി കളക്ടഡ് ഫ്രം ദ മാർക്കറ്റ് അബൌട്ട് ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി മാർക്കറ്റിംഗ് മിക്സ് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് അത് അവിടെ അവസാനിപ്പിച്ചാൽ പോരാ. നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം അതിനെ കുറിച്ചും അതിന്റെ ഇഫക്ട്സിനെ കുറിച്ചും എല്ലാം തന്നെ മാർക്കറ്റിൽ നിന്നുള്ള ഫീഡ്ബാക്ക്, റെസ്പോൺസ് നമ്മൾ കളക്ട് ചെയ്യണം. അവരുടെ നിന്ന് റിവ്യൂ നമ്മൾ കളക്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് വേണ്ട നടപടിക്രമങ്ങളും മാറ്റങ്ങളും വരുത്തണമെങ്കിൽ അത് ചെയ്യേണ്ടത്. ദെൻ ഫീഡ്ബാക്ക് അനാലിസിസ്. ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണം, പരിശോധിക്കണം. ദ ഫീഡ്ബാക്ക് ഫ്രം ദി മാർക്കറ്റ് ഈസ് ടു ബി അനലൈസ്ഡ് ആൻഡ് സ്റ്റെപ്പ് മസ്റ്റ് ബി ടേക്കൺ ടു മേക്ക് നെസസറി ചേഞ്ചസ് ഇൻ ദ മാർക്കറ്റിംഗ് മിക്സ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിമെന്റേഷൻ ഇൻ ദ മാർക്കറ്റ് സെഗ്മെന്റ്. അപ്പൊ ഫീഡ്ബാക്ക് നമ്മൾ മാർക്കറ്റിൽ നിന്നും കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈസ് ടു ബി അനലൈസ് ചെയ്യപ്പെടേണ്ടതാണ്. ആൻഡ് സ്റ്റെപ്സ് മസ്റ്റ് ബി ടേക്കൺ ടു മേക്ക് നെസസറി ചേഞ്ചസ് ഇൻ ദ മാർക്കറ്റ് മിക്സ്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ ആ മാർക്കറ്റിംഗ് മിക്സിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് ആവശ്യമായ നടപടികൾ നമ്മൾ എടുക്കേണ്ടതാണ്. ആൻഡ് ഇറ്റ്സ് ഇംപ്ലിമെന്റേഷൻ ഇൻ ദ മാർക്കറ്റ് സെഗ്മെന്റ്. ആ മാർക്കറ്റ് സെഗ്മെന്റിൽ ഉള്ള അതിന്റെ ഇംപ്ലിമെന്റേഷനിൽ ആ മാർക്കറ്റിംഗ് മിക്സിൽ ഒക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ടതാണ്. ദെൻ ക്രൈറ്റീരിയ ഫോർ മാർക്കറ്റ് സെഗ്മെന്റേഷൻ. മാർക്കറ്റ് സെഗ്മെന്റേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഏതാനും ക്രൈറ്റീരിയകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ദർ ആർ സർട്ടൻ ക്രൈറ്റീരിയ ഫോർ മാർക്കറ്റ് സെഗ്മെന്റേഷൻ. with identity, accessibility, responsiveness, size, measurability and nature of demand. ഓരോന്ന് എന്താന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഏതാനും ക്രൈറ്റീരിയനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷൻ നടത്തേണ്ടതെന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ക്രൈറ്റീരിയാസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, ഐഡന്റിറ്റി. The market manager must have some means to identify the members of the segment. ഒരു സെഗ്മെന്റിലെ മെമ്പേഴ്സ് ആരാണോ അവരെ ഐഡന്റിഫൈ ചെയ്യുന്നതിനുള്ള ഏതാനും മീൻസ്, ഉപാധികൾ ആരുടെ അടുത്തുണ്ടായിരിക്കണം, മാർക്കറ്റിംഗ് മാനേജറുടെ അടുത്തുണ്ടായിരിക്കണം. അപ്പൊ അവരെ ഐഡന്റിഫൈ ചെയ്യാനുള്ള എന്തെങ്കിലും വഴികൾ മാർക്കറ്റിംഗ് മാനേജറുടെ അടുത്ത് ഉണ്ടായിരിക്കണം. There must be clear differences between segments. സെഗ്മെന്റുകൾക്കിടയിൽ വ്യക്തമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കണം. ഓരോ സെഗ്മെന്റും, എല്ലാ സെഗ്മെന്റും ഒരേപോലെയാണെങ്കിൽ പിന്നെ സെഗ്മെന്റേഷന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഓരോ സെഗ്മെന്റും വ്യക്തമായിട്ടുള്ള ഡിഫറൻസസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഒരേ സ്വഭാവങ്ങൾ അവരെ വ്യക്തമായിട്ട് ഐഡന്റിഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഒരേ സ്വഭാവമുള്ളവരെ എല്ലാം തന്നെ അല്ലെങ്കിൽ ഒരേ ആവശ്യങ്ങളുള്ളവരെ ഒരു സെഗ്മെന്റിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വ്യക്തമായ ഡിഫറൻസസ് സെഗ്മെന്റുകൾക്കിടയിൽ ഉണ്ടായിരിക്കണം. മെമ്പേഴ്സ് ഓഫ് ഈച്ച് സെഗ്മെന്റ് ക്യാൻ ബി റെഡിലി ഐഡന്റിഫൈഡ് ബൈ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ഡിസ്പ്ലേ സിമിലർ ബിഹേവിയർ. അപ്പൊ ഓരോ സെഗ്മെന്റിലെയും മെമ്പേഴ്സിനെ നമുക്ക് വ്യക്തമായിട്ട് വളരെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും ബൈ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഓരോ സെഗ്മെന്റിനും ചില പൊതുവായിട്ടുള്ള സ്വഭാവങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ സെഗ്മെന്റിനെയും നമുക്ക് പ്രത്യേകമായിട്ട് അതിലെ മെമ്പേഴ്സിനെ നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. വിച്ച് ഡിസ്പ്ലേ സിമിലർ ബിഹേവിയർ. അങ്ങനെ ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതുകൊണ്ട് ആ ഒരു സെഗ്മെന്റിലെ മുഴുവൻ മെമ്പേഴ്സും ഒരേ ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ജെൻഡറിന്റെ ബേസിസിലാണെങ്കിൽ ഇപ്പൊ മെയിൽ അടങ്ങുന്ന സെഗ്മെന്റ് അല്ലെങ്കിൽ ഫീമെയിൽ അടങ്ങുന്ന സെഗ്മെന്റ്, അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. Then accessibility. For proper promotion and distribution of goods, segments must be accessible. അപ്പൊ ശരിയായ രീതിയിലുള്ള പ്രൊമോഷൻ നടത്തണമെങ്കിൽ, ഗുഡ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തണമെങ്കിൽ സെഗ്മെന്റ് എന്തായിരിക്കണം, ആക്സസിബിൾ ആയിരിക്കണം. ആ സ്ഥാപനത്തിന് റീച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം. സെഗ്മെന്റ് മസ്റ്റ് ബി ആക്സസിബിൾ ഇൻ ഓർഡർ ടു മേക്ക് ദം അവെയർ ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസസ് ആൻഡ് ഗെറ്റിംഗ് ദീസ് പ്രോഡക്ട്സ് ത്രൂ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അറ്റ് എ റീസണബിൾ കോസ്റ്റ്. അപ്പൊ സെഗ്മെന്റ് ആക്സസിബിൾ ആയിരിക്കണം, മീൻസ് കമ്പനിക്ക് റീച്ചബിൾ ആയിരിക്കണം. കമ്പനിക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലായിരിക്കണം.
അത് യാത്ര ചെയ്ത് എത്തിപ്പെടുക എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, കമ്പനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു മേക്ക് ദം അവെയർ ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസസ്. അവർക്ക് പ്രോഡക്റ്റിനെ കുറിച്ചും സർവീസസിനെ കുറിച്ചും അവയർനെസ് കൊടുക്കണം, അല്ലെ, അവരെ ബോധവൽക്കരിക്കണം. ആൻഡ് ഗെറ്റിംഗ് ദീസ് പ്രോഡക്ട്സ് ത്രൂ ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അറ്റ് എ റീസണബിൾ കോസ്റ്റ്. ഒരു ന്യായമായ കോസ്റ്റിന് ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെ ഈ പ്രോഡക്ട്സ് അവർക്ക് ലഭ്യമാക്കണം. അപ്പൊ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ആക്സസിബിലിറ്റി അതിനുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷന്റെ ബേസിസിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളുടെ ബേസിസിലാണെങ്കിലും ഒക്കെ അവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒന്ന് ആയിരിക്കണം. Then responsiveness. A clearly defined segment must react to changes in any of the elements of the marketing mix. റെസ്പോൺസീവ്നെസ് ഉണ്ടായിരിക്കണം, അതായത് ഒരു പ്രതികരണ ശേഷി ഉണ്ടായിരിക്കണം. എ ക്ലിയർലി ഡിഫൈൻഡ് സെഗ്മെന്റ്, വളരെ വ്യക്തമായി ഡിഫൈൻ ചെയ്യപ്പെട്ട ഒരു സെഗ്മെന്റ് മസ്റ്റ് റിയാക്ട് ടു ചേഞ്ചസ് ഇൻ എനി ഓഫ് ദി എലമെന്റ് ഓഫ് ദി മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സിലെ ഏതെങ്കിലും എലമെന്റ് അപ്പൊ നമ്മൾ പ്രൈസ്, പ്രോഡക്റ്റ്, പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞു, അതൊക്കെയാണ് മാർക്കറ്റിംഗ് മിക്സ്. അതിൽ ഏതെങ്കിലും ഒരു എലമെന്റിൽ ഒരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അതിനോട് റിയാക്ട് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം ആ സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം നല്ല ഫീഡ്ബാക്ക് കിട്ടുന്ന ഒന്നായിരിക്കണം, നല്ല പ്രതികരണം അവിടുന്ന് കിട്ടുന്ന ഒന്നായിരിക്കണം. ദെൻ സൈസ്. ദ സെഗ്മെന്റ് മസ്റ്റ് ബി റീസണബിളി ലാർജ് ഇനഫ് ടു ബി എ പ്രോഫിറ്റബിൾ ടാർഗറ്റ്. നമുക്ക് വളരെ പ്രോഫിറ്റബിൾ ടാർഗറ്റ് ആവുന്ന രീതിയിൽ വേണ്ടത്ര സൈസ് അതുണ്ടായിരിക്കണം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ഇറ്റ് ആൻഡ് ദെയർ പർച്ചേസിംഗ് പവർ. നമ്മൾ ആ സൈസ് നിശ്ചയിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനകത്ത് ഈ അടങ്ങിയിട്ടുള്ള ആളുകളുടെ എണ്ണത്തിന്റെയും അവരുടെ പർച്ചേസിംഗ് പവർ, അവരുടെ വാങ്ങാനുള്ള ശേഷിയുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിന്റെ സൈസ് നിർണ്ണയിക്കുന്നത്. അപ്പം വളരെ ചെറിയ സൈസ് ആയി കഴിഞ്ഞാലും പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഇത്രയും എഫേർട്ട് എടുത്ത് കുറഞ്ഞ റിട്ടേൺ ഉള്ളൂ എങ്കിൽ നമുക്കത് കമ്പനിക്ക് നഷ്ടം ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പൊ ന്യായമായ ലാഭം കിട്ടുന്ന രീതിയിലുള്ള സൈസ് ആ ഒരു സെഗ്മെന്റ് ഉണ്ടായിരിക്കണം. Then measurability. The purpose of segmentation is to measure the changing behavior pattern of consumers. കൺസ്യൂമേഴ്സിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ബിഹേവിയർ പാറ്റേൺ മെഷർ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് സെഗ്മെന്റേഷന്റെ ഒരു പർപ്പസ്. അതിന് വേണ്ടിയിട്ടാണ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരെ ഒരു ഗ്രൂപ്പാക്കി വെക്കുന്നത്. The nature of demand. It refers to different quantities demanded by various segments. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിവിധ സെഗ്മെന്റുകൾ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന, ആവശ്യപ്പെടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്വാണ്ടിറ്റീസ്, അളവുകൾ, നമ്മുടെ ആ പ്രോഡക്റ്റിന്റെ ആ ഒരു ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഡിമാൻഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സെഗ്മെന്റേഷൻ ഈസ് റിക്വയർഡ് ഓൺലി ഇഫ് ദർ ആർ മാർക്കറ്റ് ഡിഫറൻസിയേഷൻ ഇൻ ടേംസ് ഓഫ് ഡിമാൻഡ്. അപ്പൊ ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാർക്കറ്റ് ഡിഫറൻസിയേഷൻ സാധ്യമാവുമെങ്കിൽ മാത്രമേ എന്തിന്റെ ആവശ്യമുള്ളൂ? സെഗ്മെന്റേഷൻ ആവശ്യമുള്ളൂ. അല്ലാത്ത പക്ഷെ അതിന്റെ ആവശ്യം. ഇപ്പൊ ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യത്യാസം കൂടെ നമുക്ക് സെഗ്മെന്റുകൾക്കിടയിൽ കാണാൻ പറ്റുമ്പോഴേ അത് സെഗ്മെന്റേഷന്റെ ആവശ്യം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സെഗ്മെന്റേഷൻ നടത്തുന്ന സമയത്ത്. ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അത് എങ്ങനെയുള്ള സെഗ്മെന്റേഷൻ ആയിരിക്കും? നല്ലൊരു ഗുഡ് സെഗ്മെന്റേഷൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് കൂടെ പറയാൻ വേണമെങ്കിൽ നമ്മൾ ഫസ്റ്റില് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറഞ്ഞ, ഫീച്ചേഴ്സ് ആയിട്ട് പറഞ്ഞ പോയിന്റ്സും ഏകദേശം ഇതൊക്കെ തന്നെയായിരുന്നു അല്ലെ. നമ്മൾ വേറെ ടേംസ് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. സൈസ് എന്ന് പറയുന്നത് നമ്മൾ സബ്സ്റ്റാൻഷ്യബിലിറ്റി എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി മാർക്കറ്റ് സെഗ്മെന്റേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതിന്റെ ബേസസ്, എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തിട്ടൊക്കെയാണ് നമ്മൾ സെഗ്മെന്റേഷൻ നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ടിൽ ദെൻ ബൈ.